بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. ഇഖ്ലാസിൻ്റെ കുറിച്ചുള്ള കൂലങ്കഷമായ ഉള്ളിലേക്ക് ഇറങ്ങിയ ചർച്ചയാണ് നടക്കുന്നത്. നമ്മളുടെ എല്ലാം ധാരണയ്ക്ക് അപ്പുറമാണ് ഇഖ്ലാസ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ബയാനു ദർജാത്തി ശവാഇബി വൽ ആഫാത്തിൽ മുഖദ്ദിറത്തി ലിൽ ഇഖ്ലാസ്. ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന ആപത്തുകൾ, ശവാഇബ് കലർപ്പുകൾ, അതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള ബയാൻ. ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന ആപത്തുകൾ, കലർപ്പുകൾ, അതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള ബയാൻ. ഇഅ്ലം അന്നൽ ആഫാത്തിൽ മുശവ്വിശത ലിൽ ഇഖ്ലാസി. ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന അപകടങ്ങൾ, ബഅ്ദു അതിൽപ്പെട്ട ചിലത് ജലിയുൻ വ്യക്തമായിരിക്കും, എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് ആ അപകടം. അപ്പോൾ ബഅ്ദു അപകടപ്പെട്ട ചിലത് ഖഫിയുൻ അവ്യക്തമായിരിക്കും, എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പോൾ ബഅ്ദു അപകടപ്പെട്ട ചിലത് ലഈഫുൻ ബലഹീനമായ ആപത്തായിരിക്കും, മാൽ ജലായി വ്യക്തമായതോടുകൂടി. സംഗതി വ്യക്തമാണ്, പക്ഷെ അത് ലഈഫാണ്. അപ്പോൾ ബഅ്ദുഹ ആ ആപത്തുകൾപ്പെട്ട ചിലത് ഖവിയുൻ, അത് വല്ലാതെ ബലമുള്ളതാണ്, മാൽ ഖഫായി അവ്യക്തമായതോടുകൂടി. അവ്യക്തമാണ് പക്ഷെ അത് ശക്തമാണ്, മറ്റത് വ്യക്തമാണ് പക്ഷെ അത് ദുർബലമാണ്. ഇങ്ങനെ പല രീതിയിലാണ് ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന അപകടങ്ങൾ, അതിൻ്റെ ഘട്ടങ്ങൾ. വലാ യുഫ്ഹമു ഇഖ്തിലാഫു ദർജാതിഹ. ഈ ആപത്തുകളുടെ ദർജത്തുകളുടെ ഇഖ്തിലാഫ്, അതിനെ മനസ്സിലാക്കപ്പെടുകയില്ല. ഫിൽ ഖഫായി അവ്യക്തതയുടെ വിഷയത്തിൽ ഉള്ള ദർജാത്തുകൾ മനസ്സിലാക്കപ്പെടുകയില്ല. വൽ ജലായി വ്യക്തതയുടെ വിഷയത്തിലും അവ്യക്തതയുടെ വിഷയത്തിലും വ്യക്തതയുടെ വിഷയത്തിലുമുള്ള ഈ ആപത്തുകളുടെ ദർജകൾ, ഘട്ടങ്ങൾ, അതിൻ്റെ ഇഖ്തിലാഫിനെ മനസ്സിലാക്കപ്പെടുകയില്ല. ഇല്ലാ ബിമിസാലിൻ, ഒരു മിസാലോടുകൂടി അല്ലാതെ. ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് അദ്ദേഹം പറയുകയാണ്. ഇതെല്ലാം ഉദാഹരണ സമിതമാണല്ലോ പറയുന്നത്. വഅ്ളഹറു മുശവ്വിശാത്തിൽ ഇഖ്ലാസി. ഇഖ്ലാസിന് ഭംഗം വരുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രകടമായത് അർ-റിയാഉ, എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് അർ-റിയാഉ. ഫൽ നദ്കുറു അൻഹു, അതിനെ സംബന്ധിച്ച് നാം പറയാം. മിസാലൻ, ഉദാഹരണത്തിനാൽ നാം അതിനെക്കുറിച്ച് ഉദാഹരണം പറയാമെന്ന് അർത്ഥം. ഫൽ നദ്കുറു മിൻഹു മിസാലൻ, ഫൽ നദ്കുറു മിസാലൻ മിൻഹു, അതിൽ നിന്നുള്ള ഒരു മിസാലിനെ നാം പറയാം. നക്കുലപ്പോൾ നമ്മൾ പറയുന്നു അശ്ശൈത്താനു പിശാച്, ഒന്നാമത്തെ ഘട്ടം. അശ്ശൈത്താനു പിശാച് യുദ്ഖിലുൽ ആഫത, ആപത്തിനെ അവൻ പ്രവേശിപ്പിക്കുന്നു, അലൽ മുസല്ലി, നിസ്കരിക്കുന്ന ആളുടെ മേൽ. അതെങ്ങനെയാ അവൻ പ്രവേശിപ്പിക്കുന്ന ആപത്തിനെ? മഹമാക്കാന മുഖ്ലിസൻ, ആ നിസ്കരിക്കുന്ന ആൾ മുഖ്ലിസായാൽ, ഈ സ്വലാത്ത്, അയാളുടെ നിസ്കാരത്തിൽ എപ്പോഴെങ്കിലും അയാൾ മുഖ്ലിസായി ആണെങ്കിൽ, സുമ്മ അങ്ങനെ മുഖ്ലിസായി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുമ്മ നളറയിലേഹി, അയാളിലേക്ക് നോക്കി ജമാഅത്തിനൊരു സംഘം ആൾക്കാർ ഇയാളിലേക്ക് ശ്രദ്ധിക്കുന്നത് ഇയാൾക്ക് മനസ്സിലായി. അപ്പോൾ അല്ലെങ്കിൽ ദഹന, അയാളുടെ പ്രവേശിച്ചു. ദാഹിൻ, ഒരു പ്രവേശിക്കുന്ന ആൾ, ഒരാൾ വന്നു. അപ്പൊ ഫയക്കൂലു, പിശാചി ഇവനോട് പറയും, ഹസിൻ സ്വലാത്തക്ക, എന്റെ നിസ്കാരത്തിന് നന്നാക്ക്. ഹത്താ യൻദുറ ഇലൈക ഹാദ, ഇയാൾ നിന്നിലേക്ക് നോക്കട്ടെ. ഹാദൽ ഹാദുറി, ഹാജരായ ആള്, ബിഐനിൽ വക്കാരി, വക്കാറിന്റെ ആദരവിന്റെ കണ്ണുകൊണ്ട് നോക്കട്ടെ. വസ്സലാഹി, നന്മയുടെ കണ്ണുകൊണ്ട്. വലാ യസ്ദരീക, ഇവൻ നിന്നെ താഴ്ത്തി കെട്ടാതിരിക്കട്ടെ, ആക്ഷേപിക്കാതിരിക്കട്ടെ. വലാ യഗ്താബക, ഇവനെ നിന്നെ സംബന്ധിച്ച ഗൈബത്ത് പറയാതിരിക്കട്ടെ. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞു. അപ്പൊ ഫതഖ്ശഹു ജവാരിഹു, ഇവന്റെ അവയവങ്ങളൊക്കെ അടങ്ങും. അവയവങ്ങൾ ഭയത്തിൽ, അതായത് ഭയഭക്തി പ്രകടിപ്പിക്കും. തസ്കൂനു അത്റാഫുഹു, അതും അങ്ങനെ തന്നെ അർത്ഥം, അവയവങ്ങൾ അത് അടങ്ങും ജനങ്ങളെ കാണുമ്പോൾ. തഹ്സുനു സ്വലാത്ത്, അവിടെ നിസ്കാരം വളരെ ജോറാവുകയും ചെയ്യും.
ലാഹിറായ റിയ ആണ്, എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. വല ഇത് ഈ രൂപം ഈ ഘട്ടം അവ്യക്തമല്ല അലൽ മുബ്തദിഈന മിനൽ മുരീദീന, മുരീദുകൾപ്പെട്ട പ്രാരംഭക്കാരായ സാരിക്കുകൾ അവർക്ക് ഈ റിയാന്റെ രൂപം അവ്യക്തമല്ല, പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. ഇനി പറയാൻ പോകുന്ന അത്രയും വ്യക്തമായി മനസ്സിലാകുന്നതല്ല, അതാണ് ഇനി പറയുന്നത്. അദ്ദർജത്തു സാനിയ, രണ്ടാമത്തെ ദർജ, യകൂനുൽ മുരീദ്, മുരീദാകും, അത് ഫഹിമ ഹാദിഹി ലാഫത്ത്, ഈ ആവത്തെ അയാൾ മനസ്സിലാക്കി, ആഖദ മിന്ന ഹദറഹു, ഇതിന്റെ ഹദറിനെ അയാൾ പിടിച്ചു, ഇതിന്റെ സുരക്ഷിതത്വത്തെ അയാൾ പിടിച്ചു. നീ പോടാ, ഞാൻ അള്ളാഹുവിന് വേണ്ടിയാ ചെയ്യുന്നത്, ജനങ്ങളെ കാണിക്കുന്ന പരിപാടി എനിക്കില്ല എന്ന നിലയിൽ അതിന്റെ ഹദറിനെ അയാൾ പിടിച്ചു. അങ്ങനെ ഫസാറ അയാളായി ലാ യുത്തിഉ ശൈത്താന ഫിഹ, ഈ ഇബാദത്തിൽ അയാൾ ഷെയ്ത്താന്റെ വഴിപ്പെടുന്നവനാവുകയില്ല. വലാ യൽതഫിതു ലി, ഷെയ്ത്താനിലേക്ക് അവൻ തിരിഞ്ഞു നോക്കത്തുമില്ല. വയസ്തമിറു ഫി സ്വലാത്തി, അവന്റെ നിസ്കാരത്തിൽ അവൻ നിരതമാവും, കമാക്കാൻ നേരത്തെ ആയിരുന്നു പോലെ, യാതൊരു വിഷയമില്ല. അങ്ങനെ ഇരിക്കുമ്പം ഇബ്ലീസ് തോറ്റല്ലോ. ഫയഅതീഹി, അവൻ പിന്നെ വരും ഇവന്റെ അടുക്കിലേക്ക്, ഫി മഅരിദിൽ ഖൈരി, ഖൈറിന്റെ മഅരിദിൽ, ഖൈറിന്റെ സ്ഥാനത്ത് വരും. ഖൈറ് മനസ്സിലാക്കി തന്നിട്ട് അവൻ നമ്മുടെ അടുക്കിലേക്ക് വരും. നേരത്തെ ഉള്ളത് ശരിക്കും ഷർറാണ്, കണ്ടോട്ടെ എന്നുള്ളത്. ഇനി ഖൈറിന്റെ രീതിയിലാണ് വരാൻ പോകുന്നത്, ഖൈറിന്റെ വെളിപ്പാട്. അവൻ പറയും, അന്ത മത്ബൂഅൻ, താങ്കൾ മത്ബൂഅാണ്, പലരും താങ്കളെ പിൻപറ്റുന്നുണ്ട്. അപ്പൊ മുഖത്തതൻ, അതും അങ്ങനെ തന്നെ, താങ്കൾ പിൻപറ്റപ്പെടേണ്ട ആളാണ്, ഒരു ഇമാമിന്റെ സ്ഥാനത്തുള്ള ആളാണ്. ബിക്ക, താങ്കൾ എന്താണ്, മുഖത്തതാ ബിക്കയാണ്, താങ്കൾ പിൻപറ്റപ്പെടേണ്ടതാണ്. അപ്പൊ മന്ദൂറിനിലേക്ക്, താങ്കളിലേക്ക് നോക്കപ്പെടുന്നുണ്ട്, താങ്കളിലേക്ക് ആൾക്കാർ നോക്കുന്നുണ്ടെന്നർത്ഥം. ഒമാ തഫ്അലുഹു, താങ്കൾ ചെയ്യുന്ന ഒന്ന്, യൂസറു അങ്ക, താങ്കൾ തൊട്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പൊ നല്ല രൂപത്തിലല്ല ചെയ്തെങ്കിൽ റിപ്പോർട്ട് മോശമാകും, താങ്കൾ തൊട്ട് അതിനെ അസർ ചെയ്യപ്പെടും, റിപ്പോർട്ട് ചെയ്യപ്പെടും. വയത്താസാബിക്ക, താങ്കളെ പിൻപറ്റുകയും ചെയ്യും. വയറുക്ക, താങ്കളല്ലാത്ത മറ്റുള്ളവർ താങ്കളെ കണ്ട് താങ്കളുടെ അനുകരിക്കും. അപ്പൊ യക്കൂന് താരിക്ക്, ഇതാകും, യക്കൂനിലൊക്കെ താങ്കൾക്ക് ഉണ്ടാവും സവാബു അമാലു, അവരുടെ അമലുകളുടെ കൂലികൾ താങ്കൾക്ക് കിട്ടും. ഇന്ന അഹ്സൻത, താങ്കൾ നല്ല രൂപത്തിൽ ചെയ്താൽ. വാലേക്കൽ വിസുറു, താങ്കളുടെ മേൽ പാപമായിരിക്കും വരുന്നത്. ഇന്ന അസഹത്ത, താങ്കൾ തിന്മയാണ് ചെയ്തതെങ്കിൽ. അതുകൊണ്ട് ഫാഹ്സിൻ അമലക്ക, താങ്കൾ താങ്കളുടെ അമൽ നന്നാക്കുക. ബൈന യദൈഹി, ഇയാളുടെ മുമ്പിൽ. ഫാസാഹു, ചിലപ്പോൾ അയാൾ യഖ്തദീബിക, താങ്കൾ പിൻപറ്റിയേക്കാം. ഫിൽ ഖുശൂഇ, ഈ ഭക്തിയാദരത്തിന്റെ വിഷയത്തിൽ. തഹ്സീനുൽ ഇബാദത്ത്, ഇബാദത്തിനെ നന്നാക്കുന്ന വിഷയത്തിലും നിന്നെ അയാൾ പിൻപറ്റിയേക്കാം എന്ന രീതിയിൽ ഇബ്ലീസ് ഇവനോട് പറഞ്ഞു കൊടുക്കും. അതായത് അഹമ്മദ് ബിൻ അൽ-അവ്വൽ, ആദ്യത്തിനേക്കാൾ ഹാമിദാണ്, ദുർഗ്രഹമാണ്, പെട്ടെന്ന് മനസ്സിലാകുന്നതല്ല. ഇപ്പൊ ഇഖ്ലാസ് ഇവിടെ ഇപ്പം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി എന്നല്ല, ജനങ്ങൾ നിന്നെ കണ്ട് പഠിക്കാൻ വേണ്ടി എന്ന രീതിയിൽ പറഞ്ഞു തരും. കൂടുതൽ ഹാമിദാണ്, ദുർഗ്രഹമാണിത്. ഇതുകൊണ്ട് വഞ്ചിതമാകും ചിലപ്പോൾ. മൻലാ യൻഖദിഉ ബിൽ അവ്വലി, ആദ്യത്തെ രീതി കൊണ്ട് വഞ്ചിതമാകാത്തവര് ഇതുകൊണ്ട് വഞ്ചിതമാവും. ആദ്യത്തെ രീതി പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്, ഇതങ്ങനെയല്ല. ഇതുകൊണ്ട് കുറെ പേര് വഞ്ചനയിൽപ്പെടും ഈ രീതി കൊണ്ട്. ബഹുവായതൻ, ഇതും റിയാ തന്നെയാണ്. മുബത്തിലുൽ ഇഖ്ലാസ്, ഇഖ്ലാസിനെ ബാത്തിലാക്കുന്നതാണ് ഇത്. ഫൈൻകാന യറൽ ഖുശൂഅ, അഥവാ ഖുശൂഅനെ ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഹുസ്നുൽ ഇബാദത്തിന്റെ ഹുസ്നിനെയും ഖൈറൻ, ഖൈറാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ലാ യർലാ ലി ഗൈരിഹി, ഗൈറിന് വേണ്ടി അയാൾ തൃപ്തിപ്പെടുകയില്ല. തർക്കം, അതിനെ ഉപേക്ഷിക്കലിനെ ഗൈറിന് വേണ്ടി അയാൾ തൃപ്തിപ്പെടുകയില്ല. ഗൈറ് ആണ് ഈ ഗൈറ് മറ്റൊരാൾക്ക് വേണ്ടി, അയാളെ കാണിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പൊ അതിനു വേണ്ടി ഇയാൾ തൃപ്തിപ്പെടുകയില്ല, ഗൈറിന് വേണ്ടി അയാൾ തൃപ്തിപ്പെടുകയില്ല, അതിനെ ഉപേക്ഷിക്കലിനെ. അഥവാ അയാൾ എന്ത് ചെയ്യും, ഗൈറിന് വേണ്ടി അയാൾ അതിനെ ചെയ്യും. ഫലിമ, പിന്നെ എന്തുകൊണ്ട് ലം യർത്തദി, അയാൾ തൃപ്തിപ്പെടുന്നില്ല, നഫ്സി, അയാൾക്ക് വേണ്ടി. അതിനെ ഫിൽ ഖൽവത്തി, ഏകാന്തതയിൽ. ജനങ്ങളെ മുമ്പിൽ ആകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുന്ന അയാൾ ഒഴിവാക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് തനിക്ക് വേണ്ടി ഖൽവത്തിൽ അയാൾ അതിനെ ഒഴിവാക്കുന്നില്ല, ആ റിയാനെ മാറ്റുന്നില്ല? വലായുങ്കിനു, സാധ്യമല്ല, തക്കൂന നഫ്സു ഗൈരിഹി, ഒരു ഗൈറിന്റെ, ഇയാൾ അല്ലാത്ത ഒരാളുടെ നഫ്സാകൽ, അഅസ്സ അലൈഹി, ഏറ്റവും അമൂല്യമാകലും നഫ്സി, തന്റെ നഫ്സിനേക്കാൾ,
തൻ്റെ നെഫ്സിനേക്കാൾ മറ്റൊരാളുടെ നെഫ്സ് അഹസാക എന്നുള്ള ഇല്ലല്ലോ. അപ്പൊ പിന്നെ മറ്റൊരാളുടെ തൃപ്തിക്ക് വേണ്ടി മറ്റൊരാളെ താൻ ചെയ്യുന്നത് കണ്ട് അമൽ ചെയ്യാൻ വേണ്ടി, അങ്ങനെയല്ലേ മുമ്പ് പറഞ്ഞു, മറ്റൊരാൾ താൻ ചെയ്യുന്നത് കണ്ടിട്ട് പിൻപറ്റണമെന്ന്. അങ്ങനെ പിൻപറ്റാൻ മറ്റൊരാൾക്ക് വേണ്ടി അയാൾ ഇപ്പോൾ ഇവിടെ അമൽ എന്താണ് ഈ ഈ ഇബാദത്തിന്റെ ഹുസ്നിനെ ഉപേക്ഷിക്കലിനെ അയാൾ തൃപ്തിപ്പെടുന്നില്ല. അഥവാ മറ്റൊരാൾക്ക് വേണ്ടി അയാൾ നന്നാകണമെന്ന് വിചാരിച്ചിട്ട് ഇയാൾ ചെയ്യുകയാണ്. തനിക്ക് വേണ്ടി എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഏകാന്തതയിൽ? അതാണ് ചോദ്യം. ഇത് ഫഹദ മഹദു തൽബീസ്, ശരിയായ തൽബീസാണിത്. ഇത് ശരിയായ തൽബീസാണ്, അഥവാ ഇത് പിന്നെ പിശാചിന്റെ ശരിയായ നാട്യമാണ്. പിശാച് നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന നാട്യമാണിത്. ബലിൽ മുഖത്തദാബി, മറിച്ച് മുഖത്തദാബി ആരാന്നറിയാവോ? പിൻപറ്റപ്പെടുന്ന ആൾ. ഇമാം എന്ന് പറഞ്ഞാൽ മുഖത്തദാബി ഹുവൻ അല്ലത് ഒരുവനാണ് ഇസ്തഖാമ ഫീ നഫ്സി, അവന്റെ നഫ്സിൽ അവൻ മുസ്തഖീമായി ചൊവ്വായി നിന്നു. വസ്തനാറ കൽബ്, അവന്റെ കൽബ് ഇന്ന് പ്രകാശിച്ചു. അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഫന്തശറ നൂറു, അവന്റെ പ്രകാശം ഇങ്ങനെ പരന്നു ഇലാ ഗൈരി, മറ്റൊരാളിലേക്ക്. അങ്ങനെയാണ് ഇയാൾ സ്വയം പ്രകാശിക്കും, ആ പ്രകാശം മറ്റൊരാൾക്ക് കിട്ടും. പ്രകാശിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. അപ്പൊ യക്കൂനല്ലോ, അയാൾക്കുണ്ടാവും സവാബുൻ അലൈഹി, അതിന്റെ മേൽ പ്രതിഫലം കിട്ടും. അമ്മഹാദപ്പ ഇയാളങ്ങനെയല്ല, ഇയാള് ഇത് നിഫാഖി തൽബീസ്, ഇത് വെറും നിഫാഖും വെറും തൽബീസുമാണ്, നാട്യവുമാണ് ഇയാൾ പറഞ്ഞത്. യഥാർത്ഥ മുഖ്തത നേരത്തെ പറഞ്ഞതാണ്, അയാളുടെ കൽബ് പ്രകാശിക്കും, അതുവഴി മറ്റൊരാൾക്ക് പ്രകാശം ഉണ്ടാവും. അങ്ങനെ പോരാള് ഉക്കുത്തുദിയബി, അയാളെ പിൻപറ്റപ്പെടുന്നു. എന്നാൽ ഉസീബാലി, അയാൾക്ക് അതിന്റെ മേൽ പ്രതിഫലം നൽകപ്പെടും. അങ്ങനെ പോരാള് യക്കത്തത, അയാൾ പിൻപറ്റി ബിഹി, ഇവനെ കണ്ടിട്ട് ഇവനോട് പിൻപറ്റി. എന്നാൽ ഉസീബാലി, ആ പിൻപറ്റി ആൾക്ക് കൂലി കിട്ടും. അമ്മാവോ ഇവനോ, ഇവൻ ഫയുത്താലിബു ബി തൽബീസിഹി, നാട്യത്തിനെ അവൻ തേടും. ഫയുത്താലബു, അവനോട് ചോദിക്കപ്പെടും ബി തൽബീസി, ഇവന്റെ നാട്യത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ഉണ്ടാകും. ഫയുആഖബു അലാ ഇൽഹാരി, അതിനെ വെളിവാക്കുന്നതിന്റെ മേൽ അയാളെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. മിന്നഫ്സി, തന്റെ നഫ്സിൽ നിന്നും അയാളെ ശിക്ഷിക്കപ്പെടും. അയാൾ വെളിവാക്കിയതിന്റെ പേരിൽ മിന്നഫ്സി, തന്റെ നഫ്സിൽ നിന്നും മാ ലൈസ മുത്തസിഫ ബി, മാ ഒന്നിനെ ലൈസ, അയാളല്ല മുത്തസിഫ ബി, അതുകൊണ്ട് മുത്തസിഫല്ല. അയാൾ അതുകൊണ്ട് സ്വന്തമായി ആ ഗുണമുള്ള ആളല്ല, ഗുണമില്ലാത്ത, ഉള്ളിലില്ലാത്ത ഒരു ഗുണത്തിനെ വെളിവാക്കുന്നതിന്റെ മേൽ അയാളെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇയാളെ പിൻപറ്റുന്ന ആൾക്ക് കൂലി കിട്ടും, ഇയാളെ പിൻപറ്റുന്ന ആൾക്ക് കൂലി കിട്ടും. പക്ഷേ ഇയാൾക്കിടെ രീതി ഇങ്ങനെ ആയതുകൊണ്ട് ഇയാൾക്ക് ശിക്ഷയായിരിക്കും ഉണ്ടാവുക. കാരണം ഇയാളുടെ മനസ്സിലില്ലാത്തതാണ് അയാൾ വെളിവാക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇവിടെ നിർത്താം, ബാക്കി പിന്നീട് ഇൻഷാ അള്ളാഹ്.